ഗൈസ്, ഞാനിതാ നിങ്ങളുടെ മുന്നിലേക്ക് ഒരു വീഡിയോ വരികയാണ്. ഇന്ന് കോമിക് ബുക്കല്ല ഞാൻ കൊണ്ടുവരുന്നത്. ഇന്ന് നമ്മളിതാ ഒരു ഐപോഡ് അല്ലെങ്കിൽ മ്യൂസിക് പ്ലെയർ, MP3 പ്ലെയർ എന്ന് പറയുന്ന ഒരു സാധനമാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, പലരുടെ നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഒരു സംഭവമാണ്. നമ്മൾ സത്യം പറഞ്ഞാൽ ഈ പണ്ട് ഈ കോളേജ് സ്കൂളിലൊക്കെ ഈ ടൂർ പോകുമ്പോഴൊക്കെ ഈ സാധനമൊക്കെ കൊണ്ടുവരുന്നെങ്കിൽ അവനായിരിക്കും അന്നത്തെ രാജാവ്. അന്നത്തെ രാജാവെന്ന് പറഞ്ഞാൽ അവനായിരിക്കും, ഇത് കൊണ്ടുവരുന്ന അവനായിരിക്കും. അപ്പോൾ എന്തായിരുന്നാലും ഇത് കുറച്ച് ദിവസം ഞാൻ തപ്പി നടന്നതാണ്. എനിക്കും പണ്ട് സെയിം സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അതൊക്കെ മിസ്സായിപ്പോയി, കളഞ്ഞുപോയി. അപ്പോൾ എന്തായിരുന്നാലും വീണ്ടും ഓർമ്മ പുതുക്കാനൊരു ഇത് ഭയങ്കര നൊസ്റ്റാൾജിക് ഒരു ഫാക്ടറാണ് ഈ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഭയങ്കര നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഫാക്ടറാണ്. എന്തായിരുന്നാലും നിങ്ങൾ ഓർമ്മ പുതുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സാധനം വീണ്ടും കൊണ്ടുവന്നത്. ഞാൻ നമ്മുടെ ചാനലറിയാം കൂടുതലും കോമിക് ബുക്സും കാര്യങ്ങളൊക്കെയാണ് ഇടുന്നത്. പിന്നെ കൂടുതൽ നല്ല നല്ല ഗാഡ്ജറ്റ്സ് ഉണ്ടായി കാണിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ അത് ഈ സൂപ്പർ ഹീറോ ഗാഡ്ജറ്റ്സാണ് ഞാൻ പറഞ്ഞത്. എന്തായിരുന്നാലും ഇതൊരു നൊസ്റ്റാൾജിക് ഗാഡ്ജറ്റ്സ് ആയിട്ടെന്ന് പറയുന്നത് നിങ്ങൾക്ക് കൂട്ടാം. അപ്പോൾ എന്തായിരുന്നാലും ഇത് ആമസോണിൽ കിട്ടിയതാണ്. ഗ്രേറ്റ് ഇന്ത്യൻ സെയിൽ അതുകൊണ്ട് ആമസോണിൽ പറയുന്നത് കിട്ടിയതാണ്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് വാങ്ങിക്കാം. ഇപ്പോൾ ഞാനിതിപ്പോൾ ഇങ്ങനെ ഇലയിൽ ക്ലിപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. USB, മൈക്രോ SD, അങ്ങനെ എല്ലാ സാധനങ്ങളും. ഇത് പഴയ സെയിം ഈ പഴയ USB പോർട്ട് പഴയ സാധനമാണ്. അതിൽ നിന്ന് മാറ്റമൊന്നും സംഭവിച്ചിട്ട് മൈക്രോ SD പോർട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഓണ് ഓഫ് അതെല്ലാം ഉണ്ട്. ഇതിലാണ് നമ്മുടെ മറ്റേ സാധനം, നമ്മുടെ ചെവി കുത്തുന്ന സാധനം, ഇയർഫോൺ കുത്തേണ്ടത്. പിന്നെ ഇങ്ങനെയൊക്കെ പക്ഷേ ഈ കളർ ഇതിൽ വീഡിയോയിൽ കാണുന്ന പോലെ അല്ല, കുറച്ചും കൂടെ ഒരു റെഡിഷ് കളറാണ്. നേരിട്ട് കാണാൻ അത്യാവശ്യം നല്ലൊരു പഞ്ച് കളറുണ്ട്. എന്തായിരുന്നാലും ഇതിങ്ങനെയാണ്. അപ്പോൾ സംഭവം കൊള്ളാം. ആവശ്യമുള്ളവർ വാങ്ങിക്കുക. നൊസ്റ്റാൾജിയ.